ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഈ വ്ളോഗ് എടുക്കുന്ന ദിവസം ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. അന്നത്തെ ദിവസം ഫുള്ള് മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട് കേട്ടോ അടുക്കളയിൽ. നമ്മുടെ സ്ഥിരം കലാപരിപാടികൾ അവിടെ അടുക്കളയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സമയം 8:15 കേട്ടോ. അപ്പോൾ 8:45 ഐതിക്ക് സ്കൂളിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടീച്ചർ എന്തായാലും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവന് ചെറിയൊരു പ്രൈസും സ്പീച്ച് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രൈസ് ഉണ്ട്. അപ്പോൾ ടീച്ചർ എന്തായാലും ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ആളാണ് അവിടെ കിടന്ന് ഓടിക്കളിക്കണത്. ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ദേ പെട്ടെന്ന് നൂലപ്പൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെക്കുകയാണ്. അങ്ങനത്തെ സ്കൂളിൽ പോകാനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൈ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവനെ റെഡിയാക്കി നിർത്തിയിട്ട് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ നൂലപ്പം തലേ ദിവസത്തെ മീൻകറി ആയിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിതേ നേരെ സ്കൂളിലോട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾ സ്കൂളിലത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടിട്ട് വായോട്ടോ. അപ്പോൾ ഇതിക്ക് സ്പീച്ച് കോമ്പറ്റീഷന് പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയിട്ട് ആള് കിട്ടിയാ സമ്മാനം കിട്ടിയാ സ്പീച്ചിന് കിട്ടിയില്ലേ. അപ്പോൾ നമുക്കിന്ന് ഉച്ചത്തേക്ക് കറികൾ മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ ഇത് തലേദിവസത്തെ പയറും പപ്പായയും ഉപ്പേരി വെച്ചതാണ് കേട്ടോ. പിന്നെ മീൻ പൊരിച്ചത് ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്പെഷ്യലാണ് കായത്തൊണ്ടും അതേപോലെ തന്നെ പാവയ്ക്കും കൂടിയിട്ട് ഉള്ളൊരു ഉപ്പേരിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ സൈദിക്ക് ഫുഡ് കൊടുക്കുകയാണ്. ടഫസ്റ്റ് പാർട്ട് ഓഫ് മൈ ലൈഫാണ് സൈദിക്ക് ഫുഡ് കൊടുക്കൽ. അങ്ങനെ അവൻ തിന്നൊന്നുമില്ല കേട്ടോ. ഞാൻ എന്നിട്ട് അതവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഒരു 5 മണിയായപ്പോൾ ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പച്ചരി വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് വേവിച്ചത് കുക്കറിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പാച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പച്ചരിയും ഏലയ്ക്കും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാച്ചോറ് എന്നാണ് നമ്മളൊക്കെ പറയുക. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് പറയണതെന്ന് അറിയില്ല. ശർക്കരച്ചോറ് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതേ ശർക്കരയൊക്കെ ഞാൻ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ചായയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഈ ഐതി വന്നിട്ട് ഞാൻ എന്തിട്ടാണ് ഉണ്ടാക്കണേന്നുള്ളത് നോക്കാണ് കേട്ടോ. അപ്പോൾ പാച്ചോറ് എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാച്ചോറ് കഴിക്കാനായിട്ട്. അങ്ങനെ അതേ ചായയും കാര്യങ്ങളൊക്കെ സൈഡിൽ കൂടെ തന്നെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ശർക്കര ഉരുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പച്ചരി വേവിച്ച് വെച്ച പച്ചരി എന്ത് ചെയ്യാം, ഇതിലോട്ട് തട്ടി കൊടുക്കാം. തട്ടി നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും സൈഡിൽ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങ ഞാനൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പരിപാടി കഴിഞ്ഞു കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നറുനെയ്യ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് ആ നെയ്യൊക്കെ ഇടുമ്പോൾ അതിൻ്റെ മണം ഇതൊക്കെ വരുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ TV ഒക്കെ കണ്ട് ഞങ്ങൾ M4Techന്റെ വീഡിയോ ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് M4Tech കാർട്ടൂൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് TV ഓടിക്കൊണ്ടിരിക്കുക. ഐരിയുടെ ഫേവറേറ്റുകൾ മാത്രമേ TV വെക്കുള്ളൂ. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ തയ്ക്കാൻ കൊടുക്കാനായിട്ട് പോകട്ടെ. അപ്പോൾ ഐരിയുടെ യൂണിഫോം തയ്ക്കാൻ കൊടുക്കണമായിരുന്നു. കുറേ നാളായി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണു. അപ്പോൾ അതൊന്ന് തയ്ക്കാൻ കൊടുക്കാമെന്ന് വെച്ചിട്ട് പോവാണ്. പക്ഷേ 3 പേര് കൂടി പോയ മൂഞ്ചിപ്പൂന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. ആ ചേട്ടൻ തയ്ക്കൽ നിർത്തി. അപ്പോൾ നമുക്ക് അത് തിരിച്ച് വീട്ടിലോട്ട് തന്നെ കൊണ്ടുവരേണ്ടി വന്നു. പോയ കാര്യം നടന്നില്ല കേട്ടോ.
അപ്പൊ പോയ അതേ സ്പീഡിൽ തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തിയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇരുന്ന് TV തന്നെ കാണാണ്. അപ്പൊ എന്തോ ഗെയിമിങ്ങിന്റെ എന്തോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ വെച്ചപ്പോ ഞാനിങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേ പുറത്ത് നല്ല മഴയാണ്, നല്ല ഗംഭീര മഴയാണ് കേട്ടോ. അന്നത്തെ ദിവസം ഫുള്ളും മഴ തന്നെയായിരുന്നു. അപ്പൊ ഈ വ്ളോഗ് ഇവിടെ വെച്ച് ഞാൻ എൻഡ് ചെയ്യാണ്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.